ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പുരാതന കാലത്തെ ഋഷിമാരും മുനിമാരും അതേപോലെ മഹത്തായ ജ്ഞാനികളും വ്യക്തികളുമെല്ലാം നമ്മുടെ മനസ്സിനെ മൃഗങ്ങളോട് ഉപമിക്കാറുണ്ട്. ചിലർ പറയുന്നു കുരങ്ങിനെ പോലെയാണെന്നും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് താവിക്കൊണ്ടേയിരിക്കുന്ന രീതിയിൽ കഴുതയെ പോലെയാണ് എന്ന്. അതായത് നമ്മൾ അതിൻ്റെ മേലെയാണ് കയറിയിരിക്കേണ്ടത്, പക്ഷേ നമ്മൾ ആ കഴുതയെ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്നും ഭ്രാന്ത് പിടിച്ച നായയെ പോലെയാണ്, അതിന് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് എന്നും, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് എന്നും, നമ്മൾ കടിഞ്ഞാണിട്ട് ബന്ധിക്കണമെന്നും പറയാറുണ്ട്. തീർച്ചയായും ഇന്നത്തെ ഈ കലിയുഗ കാലഘട്ടത്ത് നമ്മുടെ മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃഗീയതയും അസുരത്തന്മയും നിറഞ്ഞ പുലിയെ പോലെയാണ് ഇന്ന് നമ്മുടെ മനസ്സ് എന്നുള്ളത്. നമ്മൾ ആത്മീയതയുടെ പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ പുലിയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് ആ പുലിക്ക് മേലെ നമ്മൾ ഇരിക്കാൻ കഴിയുമെന്നും അത് തെളിയിക്കുന്ന ഒരു സിംബലാണ് നമ്മൾ ശബരിമലയിലെ അയ്യപ്പനായ മണികണ്ഠന്റെ ആ ദർശനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കലിയുഗത്ത് ആത്മീയതയുടെ പാതയിൽ നമ്മൾ നമ്മുടെ ദൈവികതയെ ഉണർത്തി നമ്മുടെ മനസ്സാകുന്ന മൃഗത്തിനു മേലെ അമർന്നുകൊണ്ട് നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുവാനും ഉയർന്ന ദൈവികതയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരമാത്മ സങ്കല്പമായ ജ്യോതിസ്വരൂപനായ അയ്യപ്പനെ കാണാനായി ഒരു മണ്ഡലം വ്രതമിരുന്ന് നമ്മൾ അയ്യനെ കണ്ട് അയ്യന്റെ ആ ശക്തിയെ നമ്മിലേക്ക് ആർജിച്ചെടുക്കുന്നത്. അമൃതം മരുളണേ മനസാകും പുലിമേലെ വാഴണേ ജന്മശരീക്ക് ചരിയേകിടേണമേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കണ്ടദേവമേ സ്വാമി. Okay, thank you.